വരുന്നത് ജൂൺ 2024 സെഷനിലെ നെറ്റാണ്. നമ്മൾ പാർട്ട് ബി ഏറെക്കുറെ കവർ ചെയ്തു. നൗ വി ആർ ടുവേർഡ്സ് ദ ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഓഫ് ദി പാർട്ട് ബി സെക്ഷൻ. സോ ലാസ്റ്റ് നമ്മൾ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം ലോജിക്കൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മേ ബി സം ലോജിക് സർക്യൂട്ട്സ്. നൗ ദ നെക്സ്റ്റ് വൺ, ഇത് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആംഗുലർ മൊമെന്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് ഡു ദിസ് question. A quantum mechanical system is in the angular momentum state. Angular momentum state തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. The state is L equal to 4, Lz equals 4. What is the uncertainty in Lx? So ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ ഒരു ആംഗുലർ മൊമെന്റം സ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് എൽ സ്ക്വയറിൻ്റെയും എൽ സെഡിൻ്റെയും common eigenstate ആണ്. And if you make the measurement L square, what you will get? L into L plus 1 h cut square. And if you make the measurement of Lz, you will get m h cut. So this is your L, and this, or maybe in this notation it is Lz h cut. Okay, so but question എന്ന് പറയുന്നത് വാട്ട് ഇസ് അൺസർട്ടനിറ്റി ഇൻ എൽ എക്സ് ആണ്. ഇവിടെ മെഷർ ചെയ്യുന്നത് എൽ സെഡ് ആണ്, പക്ഷെ അതിന് പകരം ഇത് എൽ എക്സിന്റെ അഗൻസ്റ്റ് അല്ല. സോ വെൻ യു ഇഫ് യു ആക്ട് എൽ എക്സ്, വാട്ട് ഹാപ്പൻസ്, ആ റിലേഷൻസ് ആണ് ആക്ച്വലി ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യം. അതിനു മുന്നേ അൺസർട്ടനിറ്റി എന്താണെന്ന് നോക്കാം. സോ അൺസർട്ടനിറ്റി ഇൻ എ മെഷർമെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ എക്സ്. ദിസ് ഈസ് ആക്ച്വലി ജനറൽ ഫോർ നോട്ട് ഓൺലി ക്വാണ്ടം മെക്കാനിക്സ്, എനി മെഷർമെന്റ്സ് യു മേക്ക്. This is the standard way to express the uncertainty. or ഇതിനെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് നടത്താണ്. ഒരു മെഷർമെന്റ് എന്താ പറയുക, ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് നടത്താണ്. അവിടെ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഡിസ്ട്രിബ്യൂട്ടഡ്. യു വിൽ ഹാവ് സം വാല്യൂ, മീൻ വാല്യൂവിനെ അബൌട്ട് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു റീഡിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത് പല പോയിന്റ്സിൽ. സോ ഇവിടുത്തെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസിക്കലി യു ക്യാൻ കാൽക്കുലേറ്റ് ഫ്രം ഇൻ ദിസ് സെയിം ഫാഷൻ. The expectation of Lx square minus square of expectation of Lx അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ആൻഡ് ദിസ് വിൽ ബി ദ അൺസർട്ടനിറ്റി. സോ ദാറ്റ് ദ ഫൈനൽ മെഷർമെന്റ് റിസൾട്ടിന് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദ expectation value plus or minus Lx, the delta Lx, uncertainty in something like that. അതിനാണ് അൺസർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിവേ, ലെറ്റ്സ് മൂവ് ഓൺ. സോ ഈ കേസിൽ നമുക്ക് എൽ എക്സിൻ്റെ അൺസർട്ടനിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു നോ വാട്ട് ഇസ് ദ ആക്ഷൻ ഓഫ് എൽ എക്സ്. സോ എൽ എക്സ് നമുക്ക് റൈസിങ് ലോവറിങ് ഓപ്പറേറ്റേഴ്സിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം, വിച്ച് ഇസ് given by this L plus L minus divided by 2, where L plus L minus എന്ന് പറയുന്നത് റൈസിങ് ലോവറിങ് ഓപ്പറേറ്റേഴ്സ് ആണ് ഫോർ ആംഗുലർ മൊമെന്റം. And they have the property, if I act plus or minus on the state Lz, then what I will get is L into L plus 1 I will have sorry, I forgot to write down the, let's see, probably
LZ into LZ. If it is plus, ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. That's all. And there is an edge cut. And the state will change to plus or minus 1. Okay, so that's the action of L plus or L minus on the angular momentum eigenstates. Okay, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി തന്നെ എന്ത് കാണാം? And they have the property LZ and LZ prime എന്ന് പറയുന്നത് ഡെൽറ്റ LZ prime. So that means ഇവരൊരു ഓർത്തോഗണൽ സ്റ്റേറ്റ്സ് ആണ്. Only if LZ equal LZ prime, they will give you one. Another case, it will be 0. So, ഇതുകൊണ്ട് നമുക്ക് എന്ത് ഡയറക്ട്ലി എന്ത് കാണാം? The expectation of Lx എന്ന് പറയുന്നത് we can act actually on the state. So, I'm just using 4, 4, so on. L-ന്റെ വാല്യൂ 4 ആണ്, LZ-ന്റെ വാല്യൂ 4 ആണ്. Acting on our state. Lx ആണ് നമ്മൾ Lx-ന്റെ എക്സ്പെക്ടേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. So, this is just 1/2. So what happens? You will get orthogonal ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്സിന്റെ സൂപ്പർപോസിഷൻ ആണ് കിട്ടുന്നത്. This is, you will have some factor here. I am not writing it down because it's not important. This is 4, and when L plus acts, 4 ആണ് ഇതിന്റെ മാക്സിമം വാല്യൂ. So further ഇതിന്റെ മുകളിൽ L plus ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get 0. So ഈ ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി അനിഹിലേറ്റഡ് ആവും ബൈ ദ ആക്ഷൻ ഓഫ് L plus. Whereas L minus ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get 4 and 3 with some factor as given in the previous page. Anyway, 4, 3 എന്ന് പറയുന്നത് മ്യൂച്വലി ഓർത്തോഗണലാണ്. സോ ബേസിക്കലി ദിസ് ഇസ് 0. സോ നിങ്ങളുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് Lx എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ തീർന്നിട്ടില്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് Lx സ്ക്വയർ. എന്നാലും നമുക്ക് അൺസർട്ടൈനിറ്റി കിട്ടുള്ളൂ. Lx സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഇഫ് യു സ്ക്വയർ യു വിൽ സി there is an L plus square, L minus square plus L plus L minus plus L minus L plus. So these are not same. ഇവർ കമ്മ്യൂട്ട് ചെയ്യില്ല. L പ്ലസും L മൈനസും കമ്മ്യൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇത് രണ്ടും സെയിം അല്ല. സോ യു cannot simply write it as 2L plus L minus like that. So this you have to treat as it is. ഈ ഒരു സ്റ്റേറ്റ്, ഈ Lx സ്ക്വയർ ഓപ്പറേറ്ററിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. സോ അതിൽ 4 ടേംസ് ഉണ്ടാവും. നമുക്ക് ഇൻഡിവിജ്വലി ഓരോ കേസുകൾ നോക്കാം. 4 ഓൺ L plus square ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബട്ട് യു വിൽ ഗെറ്റ് എനിവേ ദിസ് വിൽ നോട്ട് ഗീവ് യു എനിത്തിങ് ബിക്കോസ് ഈ സ്റ്റേറ്റ് അനിഹിലേറ്റർ ആവും. സോ ബേസിക്കലി യു വിൽ ഗെറ്റ് 0. സിമിലർലി L minus square ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get something. You will get some state up to some factor. A factor നമുക്ക് for the time being നമുക്ക് ആവശ്യമില്ല. But it goes to 4 ആദ്യം ഒരു വട്ടം L minus ആക്ട് ചെയ്യുമ്പോൾ 3 ആവുന്നു, വീണ്ടും ആക്ട് ചെയ്യുമ്പോൾ 2 ആവുന്നു. So it goes to 4, 2. These are orthogonal states. So eventually this is also 0. Next case, 4, 4 acting on L minus L plus എടുക്കുക. There also what happens? ഇവിടെ ആദ്യം ആക്ട് ചെയ്യുന്ന L plus ആണ്. So the state get annihilates. പിന്നെ L minus ആക്ട് ചെയ്യാൻ there is no state there. So this is also 0. So 3 ടേംസും 0 ആണ്. But the last term, it is actually not 0. So you will have some contribution from this term. 4, 4 L plus L minus
ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Let's see. 4 4 again. L minus ആദ്യം ആക്ട് ചെയ്യാം. L minus ആക്ട് ചെയ്യുമ്പോൾ യുവർ സ്റ്റേറ്റ് വിൽ ഗോ ടു 4 3 വിത്ത് ദ ഫാക്ടർ. ഫാക്ടർ എന്ന് പറയുന്നത് നൗ വി നീഡ് ദാറ്റ് ഫാക്ടർ. So L plus we will keep there for now. Root of L into L plus 1. L എന്ന് പറയുന്നത് 4 ആണ്. So it is 4 into 3 12 minus നമ്മുടെ റൂൾ പ്രകാരം L മൈനസ് ആക്ട് ചെയ്യുമ്പോൾ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് എൽ സെഡ് ഇൻറ്റു എൽ സെഡ് മൈനസ് 1. എൽ സെഡ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4 into 3 അഗൈൻ. ഓക്കെ സോറി. ഓക്കെ ഇവിടെയാണ് നമുക്ക് ജസ്റ്റ് എ മിനിറ്റ്. Okay, so yeah, sorry. So this is actually L into L plus L ന്റെ വാല്യൂ 4 ആണ്. So L into L plus 1 എന്ന് പറയുന്നത് 5 into 4 ആണ്, which is 20. Minus, now you are acting L minus, so you have to multiply with LZ times LZ minus 1, which is 4 into 3, that is 12. And you will get back the state, not get back, you will go to the state 4 3. So ഇതെന്ന് പറയുന്നത് 4 4 L plus in between, and this is root of 8. Okay, now you again act L plus on this state, so what you will get, 4 will be again there. This time you have root of L into L plus 1 is again 20, and now it is L plus acting, so you have to multiply, you have to add minus LZ into LZ plus 1, which is 3 into 4, which is again 12. And you will get back the state 4 4, because now you are acting L plus times root 80, so that will give you, so this is also root 8, so you have 8, and 4 4 inner product with 4 4 will give you 1, so your value is 8. Okay, so you got this inner product, so that means your Lx square is what? Lx square എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 1/4 ഇതിൻ്റെ എക്സ്പെക്ടേഷൻ ആണ്. L plus minus, which is 8/4. 2. Now go back, you have the uncertainty. Two minus 0. So okay, so there is one thing we forgot. There is an edge cut here actually. ഒരു ഓവറോൾ എച്ച് കട്ട് വരുന്നുണ്ട് ഇവിടെ. As I wrote here, there is an edge cut here. Edge cut will come here. Sorry, not here. So you will get so this is what okay, so you have 2 edge cut square actually. I mean edge cut square will be there. ഇവിടെ ഒരു എച്ച് കട്ട് വരുന്നു, പിന്നെ ഇവിടെ വരുമ്പോൾ വീണ്ടും ഒരു എച്ച് കട്ട് വരുന്നത് എച്ച് കട്ട് സ്ക്വയർ ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് ബേസിക്കലി 8 എച്ച് കട്ട് സ്ക്വയർ. And therefore the value is root 2 h cut. Uncertainty എന്ന് പറയുന്നത് root 2 h cut ആയിരിക്കും. Okay, so again ഒരു
straightforward question from quantum mechanics ആണ്. If you know angular momentum, ആകെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ആക്ഷൻ ഓഫ് എൽ സ്ക്വയർ എൽ സെഡ് ഇവർ ഐഗൻ സ്റ്റേറ്റ്സ് ആണ് എന്നുള്ളൊരു ഐഡിയ. Then what is the uncertainty? So this is true for any, not only quantum mechanics measurement or any uncertainty you can in fact write in this form. പിന്നെ ഓർമ്മിച്ചിരിക്കേണ്ട മറ്റൊരു ഫോർമുലയാണ് ഹൗ ടു കൺസ്ട്രക്ട്. സിമിലർലി ദർ ഇസ് എ ഫോം ഫോർ എൽ വൈ ഓൾസോ. ഇൻ ദർ വിൽ ബി ഐ, ഇമാജിനറി ഐ ഉണ്ടായിരിക്കും. സെയിം ഫാഷൻ ലൈക്ക് യൂസിങ് ദ റൈസിങ് ആൻഡ് ലോവറിങ് ഓപ്പറേറ്റേഴ്സ്. പിന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇത്, വിച്ച് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സിമിലർ ടു ദ എൽ സ്ക്വയർ എൽ സെഡിൻ്റെ ആക്ഷൻ പോലെ എൽ പ്ലസ് മൈനസിൻ്റെ ആക്ഷനും ഓർമ്മിച്ചിരിക്കുക. Then you plug in everything and you get the answer. Okay, so yeah, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇറ്റ്സ് വർത്ത് ഡൂയിങ്. നെക്സ്റ്റ് വൺ, ഇതൊരു വിഷ്വൽ ഒബ്സർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫൈനൈറ്റ് സൈസ് ലൈറ്റ് സോഴ്സ് ഇസ് യൂസ്ഡ് ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. The observed intensity pattern changes from figure A to figure B as shown. So ഇങ്ങനെയായിരുന്ന പാറ്റേൺ ഇങ്ങനെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. So you have a maximum here and eventually going out as in double slit experiment. പക്ഷേ ബിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമാസ്, സെക്കൻഡറി മിനിമ, തേർഡ് മിനിമ ഒക്കെ ബ്രൈറ്റർ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഇവഞ്ച്വലി ബിക്കമിങ് സം യൂണിഫോം ആയിട്ടുള്ള ഒരു പാറ്റേൺ പോലെ. The observed change can occur due to, so what is the reason for this to happen? Narrowing of slits. Okay, so let's, if you remember the double slit experiment, so you have the screen here and the double slits. So ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സം ഡി ആണ്, ഇത് ഡി ആണ്, യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് ലാംഡ ആണെന്ന് വിചാരിക്കുക. ദെൻ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ബീറ്റ ലാംഡ ഡി ബൈ ഡി ആണ്. സോ ഇറ്റ്സ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഡബിൾ സ്ലിറ്റ് ടു ദ സ്ക്രീൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആൻഡ് ഓൾസോ ദ വേവ് ലെങ്ത്. സോ നാരോയിങ് സ്ലിറ്റ് നാരോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഫ്രിഞ്ച് വിഡ്ത്ത് ചേഞ്ച് ചെയ്യും. സോ ഫ്രിഞ്ച് വിഡ്ത്ത് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ലൈക്ക്, ഇഫ് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്, സോറി ഫോർ മൈ ഡ്രോയിങ്സ്, ഇറ്റ് വിൽ ഗോ ടു maybe if I go increase, sorry, if I decrease t, then what happens? It will be like more, അതിൻ്റെ ഫ്രിഞ്ചുകൾ നമ്മൾ ഇതാണ് നിങ്ങളുടെ ഫ്രിഞ്ച് വിഡ്ത്ത്. രണ്ട് നിയറസ്റ്റ് ലോക്കൽ മാക്സിമ തമ്മിലുള്ള ഒരു മാക്സിമ, പ്രൈമറി സെക്കൻഡറി മാക്സിമ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് കുറയുമ്പോൾ നിങ്ങളുടെ ഫ്രിഞ്ച് വിഡ്ത്ത് കൂടും. വിച്ച് ഈസ് നോട്ട് ഹാപ്പനിങ് ഹിയർ. അതല്ല ഇവിടെ സംഭവിക്കുന്നത്, ഇതല്ല. എ റിഡക്ഷൻ ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്. ഓക്കെ, സോറി. സോ നാരോയിങ് സ്ലിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ സ്ലിറ്റുകളുടെ വിഡ്ത്താണ്. ഓക്കെ, സോ വാട്ട് ഐ വാസ് സേയിങ് സോ ഫാർ ഈസ് ഫോർ ദ ഓപ്ഷൻ 2. സോ റിഡക്ഷൻ ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. സോ അതല്ല. സോ നൗ ഗോ ബാക്ക് ടു ദ ഓപ്ഷൻ 1, നാരോയിങ് ഓഫ് സ്ലിറ്റ്സ്. സ്ലിറ്റ് ഞാൻ നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി യു മൈറ്റ് ഹാവ് ലേൺ ദ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഉണ്ട്. സോ ബേസിക്കലി if you zoom in, actually you can see ഇതിനകത്ത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ലിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു സിംഗിൾ സ്ലിറ്റിൽ നിന്ന് തന്നെ യു ക്യാൻ ആക്ച്വലി സീ എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. അത് അത്ര വിസിബിൾ അല്ല ആക്ച്വലി ഇഫ് യു ഡു വെൻ യു ഡു എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. നൗ ഇഫ് യു നാരോ ഡൗൺ, ആക്ച്വലി ദ എഫക്റ്റ് എന്ന് പറയുന്നത് it will come up, but I think this is not what will happen. അവിടെ സംഭവിക്കുന്നത് ഓരോ സ്ലിറ്റും വീണ്ടും എവഞ്ച്വലി സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. വീണ്ടും സിംഗിൾ സ്ലിറ്റ്
ഡൈഫ്രാക്ഷൻ പാറ്റേൺസ് പോലെ ഇൻഡിവിജ്വൽ പീക്സ് അങ്ങനെ തന്നെ ഷിഫ്റ്റ് ആവുകയാണ്, ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്, വിച്ച് ഇസ് നോട്ട് ദിസ് കേസ്. ഇവിടെ എന്താ പറയുക, മിനിമം ഇൻറ്റൻസിറ്റീസ് കയറി വരികയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 അല്ല. ഡിക്രീസ് ഇൻ കൊഹറൻ ലെങ്ത്, ദിസ് ഇസ് ആൻസർ, ബട്ട് റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ലൈറ്റ് സോഴ്സ്. നിങ്ങൾ ഇവിടെ ലൈറ്റ് സോഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ലൈറ്റ് സോഴ്സിന്റെ സൈസ് കുറച്ചതുകൊണ്ട് ഇതിന് ദർ ഇസ് നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ. ഇറ്റ് ക്യാൻ ഹാപ്പൻ ലൈക്ക് ഇതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാറ്റേണിന്റെ ഇന്റൻസിറ്റി ഓവറോൾ കുറയുന്നല്ലാതെ ഇങ്ങനെ ഒരു എഫക്റ്റ് അല്ല അവിടെ സംഭവിക്കുന്നത്. സോ ഇതും ഒരു ഓപ്ഷൻ അല്ല. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. കൊഹറൻസ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് സോഴ്സ്. സോ ലൈറ്റ് സോഴ്സ് കൊഹറന്റ് ആണോ അല്ലയോ? സോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേ ബി ദാറ്റ് കംസ് ടു മീ ഇസ് ഇൻകൊഹറൻസ് സോഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന മേ ബി incandescent lamp, for example. If you use incandescent, you will not get such patterns. Or if you use multiple colors, like not just single frequency അല്ലാതെ മൾട്ടിപ്പിൾ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്തതായിരിക്കും. വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പീക്സ് കിട്ടില്ല. കിട്ടും, പക്ഷേ അവരെന്തായിരിക്കും, സെൻട്രൽ പീക്ക് സ്റ്റിൽ വൈറ്റ് ആയിരിക്കും. ആൻഡ് യു വിൽ ഗെറ്റ് ലൈക്ക് ഡിഫറെന്റ് കളേഴ്സിന് ഡിഫറെന്റ് പീക്സ് വരും. പക്ഷെ അതാണ് ഒരു ഇൻകൊഹറൻസ് സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊഹറൻസ് ലെങ്ത്തും ആ ഒരു സെയിം നോഷൻ ആയിരിക്കണം അവർ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ചേഞ്ച് കൊണ്ടാണ്. സോ വൈറ്റ് സോഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. യു വിൽ ഗെറ്റ് സം സെൻട്രൽ മാക്സിമ ദെൻ ഇവഞ്ച്വലി ഗോയിങ് ഡൗൺ. ബട്ട് ഒരു എന്താ പറയുക, കൊഹറൻസ് സോഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഡാർക്ക് ഫ്രിഞ്ചസും കിട്ടുന്നത്. സോ ആ കൊഹറൻറ്റ് ലെങ്ത്തിൽ വരുന്ന ചേഞ്ച് ആണ് ഇതുപോലുള്ള പാറ്റേണിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധ്യത, കമ്പയർഡ് ടു അതർ തിങ്സ്. സോ അതുകൊണ്ട് നിങ്ങളുടെ പോസിബിൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, സോ ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒപ്റ്റിക്സ് ഐഡിയാസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. You can do this. And now, okay, so you have another quantum mechanics question. Quantum particles of unit mass is in a potential for x greater than 0, half unit mass ആണ്. So m omega square x square ആണ്. It's a harmonic oscillator ആണ്. For x less than 0, infinity ആണ്. So basically ഇവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് it's a harmonic oscillator with half. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ ഒരു ഹാർഡ് ബൗണ്ടറി ഉണ്ട്. സോ പാർട്ടിക്കിൾ കാനോട്ട് ഗോ ഹിയർ. ആൻഡ് ഈ സൈഡിൽ നിങ്ങൾക്ക് ഹാഫ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് എ ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ. ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഇൻ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ. ലെറ്റ് n2 and n3 denote the number of particles in second and third excited states. What is the ratio? n2 by n3 എന്ന് പറഞ്ഞ റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിന് ആദ്യം വേണ്ടത്, സോ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് നമുക്കറിയാം തെർമൽ ഇക്വിലിബ്രിയം, കാനോണിക്കൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ദ ബോൾട്സ്മാൻ പ്രോബിലിറ്റി ആണ്. -β EI എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് ലെവലിന്റെ എനർജിയാണ് ഡിവൈഡഡ് ബൈ ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇതാണ് പ്രോബിലിറ്റി. ith ലെവലിലെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഈ കേസിൽ ചോദിച്ചിരിക്കുന്നത് n2 by n1 ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ ബേസിക്കലി n2 by n1 എന്ന് പറയുന്നത്, n2 by n3 എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസ് ഈക്വൽ ടു p1 by p3, സോറി p2 by p3. സോ ഒരു ലെവലിൽ കാണാൻ സാധ്യതയുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്, basically you can write this as maybe like n2 എന്ന് പറയുന്നത് total number of particles times probability to find a particle in level 2, and n3 എന്ന് പറയുന്നത് similarly. So that's how this is equal to this, and
which is given by e2 or beta eta 2 e2 divided by partition function will cancel off and e3. Beta into or if you make it plus e3 minus e2. സോ തേർഡും സെക്കൻഡും എനർജി ലെവൽസ് തമ്മിലുള്ള ഗ്യാപ്പാണ് നമുക്ക് വേണ്ടത്. ആ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഈ പ്രോബബിലിറ്റി. ഓക്കെ, നൗ എങ്ങനെ ഗ്യാപ്പ് കണ്ടുപിടിക്കാം? സോ ദിസ് ഇസ് ഹാഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഇവിടെ x equal to 0 you have a boundary condition that psi of 0 എന്ന് പറയുന്നത് 0 ആണ്. യൂഷ്വൽ നിങ്ങളുടെ ഫുൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നിങ്ങളുടെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് psi ഓഫ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണ് 0. അതായത് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ വാനിഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ദർ ഇസ് നോ ഹാർഡ് ബൗണ്ടറീസ്. പക്ഷേ ഇവിടെ ഒരു ഹാർഡ് ബൗണ്ടറി ഉള്ളത് കൊണ്ട് psi ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ആൻഡ് psi ഓഫ് ഇൻഫിനിറ്റി സ്റ്റിൽ 0 ആണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ ഈ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ സോ 0 ലെസ് ദാൻ 0 എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ if you write down the Schrodinger equation, it's the same Schrodinger equation. So same simple harmonic Schrodinger equation. And if you can, I mean, if you solve the equation, you basically get the same solutions. പക്ഷെ അവിടെ ആകെ ഒരു ക്യാച്ച് ഉള്ളത് നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ, നിങ്ങളുടെ യൂഷ്വൽ ടിപ്പിക്കൽ വേവ് ഫംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സോ ഹിയർ ഐ വിൽ ഡ്രോ ദി ഫുൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദ ഗോഷ്യൻ വേവ് ഫംഗ്ഷൻ. അവിടെ എക്സിക്കൽ 0 ഇല്ല, അതൊരിക്കലും വേവ് ഫംഗ്ഷൻ 0 അല്ല. ദിസ് ഇസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. നൗ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് is something like this. Second excited state, again it's non-zero. ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ ആണ് വരുന്നത്. എനിവേ ശ്രദ്ധിക്കേണ്ടത് ഇനി തേർഡ് കൂടി വരയ്ക്കാം, വിച്ച് വിൽ ബി ഓൾസോ ലൈക്ക് yeah. So 0 nodes, 1 node, 2 node and 1, 2, 3 nodes. Yes. ഇവിടെ ഈ വേവ് ഫങ്ഷൻസ് 1, 3 ഇവരെല്ലാവരും വീണ്ടും psi ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെയും psi ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഓഡ് വേവ് ഫങ്ഷൻസ്, ഓഡ് നമ്പർ ഓഫ് n വരുന്ന കേസുകളിലെ വേവ് ഫങ്ഷൻസ് ദേ സ്റ്റിൽ ഒബേ ദ ബൗണ്ടറി കണ്ടീഷൻ ദാറ്റ് വി റിക്വയർ. ദ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബേസിക്കലി ഇതായി, ആൻഡ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതായി. So that means this is n. So we have the ഈ സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എനർജി ഐഗൻ വാല്യൂസിനുള്ള n equal to 1 ആണ് ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, n equal to 3 ആണ് ഇവിടുത്തെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n equal to 5. ഓൾ ഓഡ് നമ്പേഴ്സ്. അത് മാത്രമാണ് ഇവിടുത്തെ അലൗഡ് സ്റ്റേറ്റ്സ്, ബിക്കോസ് അവർ മാത്രമേ ഈ psi ഓഫ് 0 എന്ന് പറയുന്നത് 0 വാലിഡ് ആയിട്ടുള്ളൂ. മറ്റ് സ്റ്റേറ്റ്സിന്, ഈവൻ സ്റ്റേറ്റ്സുകൾക്ക് അത് എന്തല്ല, psi ഓഫ് 0 നോൺ 0 ആണ്. സോ ദേ ആർ നോട്ട് ദ, ഫോർ അവർ കേസ് ദ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിന് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് അല്ല.
Anyway, so this is the ground, first, second, and the third. Third excited state എന്ന് പറയുന്നത് n equal to 7. So നമുക്ക് വേണ്ടത് E3 മൈനസ് E2 ആണ്. ഓക്കെ, സോ ഇവിടെ E3 എന്ന് ഉദ്ദേശിക്കുന്നത് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, വിച്ച് ഈസ് ഗിവൺ ബൈ n equal to 7. So 7 plus half minus 5 plus half h cut omega, which is 2 h cut omega. So ഇത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, ഫുൾ ഹാർമോണിക് ഓസിലേറ്ററിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് കട്ട് ഒമേഗയാണ്. ദേ ആർ ഈക്വലി സ്പേസ്. ആൻഡ് ഈ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിലാണെങ്കിൽ ഇവിടെ ഇത് 2 എച്ച് കട്ട് ഒമേഗ, 2 times ദാറ്റ് ഇൻ ദ ഫുൾ ഹാർമോണിക് ഓസിലേറ്റർ. ബിക്കോസ് ഇവിടെ എല്ലാം ഓഡ് വാല്യൂസ് ആണ് എന്നിൻ്റെ. അതുകൊണ്ട് നിങ്ങളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 times ദാറ്റ് ഓഫ് ഫുൾ ഹാർമോണിക് ഓസിലേറ്റർ. സോ ദാറ്റ് മീൻസ് നമ്മുടെ റിക്വയർഡ് റേഷ്യോ n2/n1 എന്ന് പറയുന്നത് e⁻β 2h cut omega. ബീറ്റ എന്ന് പറയുന്നത് 1/kBt ആണ്. ദാറ്റ്സ് ഹൗ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. മറ്റുള്ള ഓപ്ഷൻസിലെല്ലാം 3, 4 ഒക്കെയാണ് ഫാക്ടേഴ്സ്. സോ ദിസ് ആർ കറക്റ്റ്. സോ ദ ട്രിക്ക് എന്ന് പറയുന്നത് ഓൺലി like finding out the solutions for this. If you know the solutions of the harmonic oscillator, you already know the can already do this problem. Okay, ഇത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു ഫോർമുലയാണിത്. ബോൾട്സ്മാൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാനോണിക്കൽ ഇക്വിലിബ്രിയം ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. Probability density function of a variable x is given by this. E of x എന്ന് പറയുന്നത് 1/2 delta of x minus a plus delta. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. ഓൾദോ പറഞ്ഞിട്ടില്ലെങ്കിലും വി ക്യാൻ ടേക്ക് ഇറ്റ് ദാറ്റ് വേ. വാരിയൻസ് ഓഫ് എക്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ വാരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ഇസ് അൺസർട്ടനിറ്റി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വാരിയൻസ്, വിച്ച് ഇസ് എക്സ് സ്ക്വയർ. സോ ദ സെയിം ഫോർമുല നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തുള്ളൂ. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നേരത്തെ നമ്മൾ യൂസ് ചെയ്തത്, വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നൗ വി ആർ യൂസിങ് ദിസ്. ഓക്കെ, സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം. ദിസ് ഈസ് നത്തിങ് ബട്ട് അപ്ലൈ ദ യൂഷ്വൽ പ്രോബബിലിറ്റി റിലേഷൻ. സോ എക്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് എക്സ് ആണ്. സോ ദിസ് ഇസ് ദ ആവറേജ്. ആൻഡ് ഇഫ് യു put the probability distribution, which is delta function, so delta function ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. if you put f of x with delta x minus a and integrate, what you will get is f of a. ആ പോയിന്റിൽ നിങ്ങളുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നിങ്ങളുടെ ഡെൽറ്റ ഫംഗ്ഷൻ പിക്ക് ചെയ്യുന്നത്. സോ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എ ആണ്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് a/2 തരും. എക്സ് ഈക്വൽ ടു മൈനസ് എ ആണ് ഇവിടെ വരുന്നത്. ദിസ് ഈസ് എക്സ് മൈനസ് എ. സോ ദാറ്റ് ഈസ് മൈനസ് a/2, സോ വിച്ച് ഈസ് 0. സോ ഇത് ഇൻഡ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണാം. നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, യു ഹാവ് ഇതൊരു സിമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ എയും ഉണ്ട് മൈനസ് എ ഉണ്ട്.
രണ്ടിലും കാണാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ആയിട്ട് പീക്ക് ചെയ്ത് നിൽക്കാം. സോ ഇഫ് യു ടേക്ക് ദ ആവറേജ് യു ബേസിക്കലി ഗെറ്റ് 0. ദാറ്റ്സ് ദ ഹോൾ ഐഡിയ. Now you got x. So what is x square? Same thing. So you can integrate x square p of x dx, and that is delta of x plus a plus delta of x minus a. X equal to a, if you square you get a square by 2. Now here ഇവിടെയാണ് ഇവിടെ x minus, although it is minus a, ഇവിടെ നമുക്ക് x square ആണ് എടുക്കുന്നത്, so it is still plus, so you have x square, a square by 2, and if you, it's 2 times, so basically you get a square. So x square in the expression കിട്ടി, x in the expression കിട്ടി, and that gives me the variance. Sorry, there is no square root. Square root എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും. This is root of a square, which is a. That is my, sorry, I again took the square root. There is no square roots. This is a square. Okay, again easy question. This time actually June 2024 I find the questions relatively easy. Almost all the questions നിങ്ങൾക്ക് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അറ്റ്ലീസ്റ്റ് ഇൻ പാർട്ട് ബി സോ ഫാർ. സോ ദ സെയിം, ഞാൻ പറഞ്ഞ ഈ സെയിം ഫോർമുലയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ എക്സ്പെക്ടേഷൻ വാല്യൂ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തത്. സോ ഇറ്റ് കംസ് wherever you have a probability distribution or like that, you can the same function, same formula will keep popping up. പിന്നെ ഇവിടെ ആകെ ഞാൻ എക്സ്ട്രാ യൂസ് ചെയ്തിട്ടുള്ളത് ഡെൽറ്റ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടിയാണ്, വിച്ച് ഇസ് ദിസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, the region y greater than 0 is upside has a constant electrostatic potential V1, and y less than 0 has constant electrostatic potential V2, which is not equal to 1. A charged particle with momentum P1 is incident at an angle θ1 as shown here. If the particle has momentum P2 in the region y less than 0, then what is the angle θ2? Okay, so ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ, ഡയഗ്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് can actually make use of something you already know, which is a Snell's law. Snell's law നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഒപ്റ്റിക്സിലാണ്, റിഫ്രാക്ഷൻ്റെ കേസിലാണെങ്കിലും. ഇറ്റ് ഈസ് ആക്ച്വലി എ ജനറിക് ലോ. ഇഫ് യു റീഡ് ഇലക്ട്രോമാഗ്നറ്റിക്സ്, ഗ്രിഫിത്തിന്റെ ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ there is actually a discussion before he goes to refraction. Refraction actually you can derive from the boundary conditions. Snell's law derive ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഇതൊരു ജനറൽ ലോ ആണ് ഫോർ ഇഫ് യു ഹാവ് ടു മീഡിയ. ഒരു ഡിസ്പേഴ്സൺ കൈൻഡ് ഓഫ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഡിസ്പേഴ്സീവ് മീഡിയ ആണ്. ഒരു മീഡിയത്തിൽ നിന്നും വേറെ മീഡിയത്തിലേക്ക് നിങ്ങളുടെ ഒരു വേവ് സഞ്ചരിക്കുമ്പോൾ, ഹിയർ ഇറ്റ്സ് വേവ് ആയിരിക്കണം എന്നില്ല, ഇവിടെ ഒരു പാർട്ടിക്കിളാണ് സഞ്ചരിക്കുന്നത്. അവിടെ ആ ആംഗിൾസ് തമ്മിലുള്ള ദർ ഇസ് എ റിലേഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ ആംഗിൾസ് ആൻഡ് ഇൻസിഡന്റ് വെലോസിറ്റീസ് ആണ് ആക്ച്വലി ഇവിടെ അതിനെ നമ്മൾ മൊമെന്റത്തിന്റെ ടേംസിൽ കാസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് മൊമെന്റം ഈസ് നത്തിങ് ബട്ട് പി ഈക്വൽ ടു എം ബി. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ മാസ് ഇസ് the same. So basically velocities ratio ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. They just gave it in terms of momentum. Okay, so
what I'm saying, you don't have to derive or anything. You can directly use the Snell's law. Snell's law നമുക്കറിയാം, which is sine theta 1 by sine theta 2. The same setup you see here. So theta 1 here, theta 2 here. So sine theta 1 by sine theta 2 എന്ന് പറയുന്നത്, what we have learned is this is n2 by n, right? So first media angle of incidence by angle of refraction is given by the second media refractive index divided by the first media. Okay, ഇതിനെ വെലോസിറ്റിന്റെ ടേംസിൽ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ we know that n2, the refractive index എന്ന് പറയുന്നത്, for in the case of light it is given as c by v, right? So you can use that here. So this is c by v2 divided by c by v1, and that is v1 by v2. Okay, now you forget everything about optics. So what you simply do is you adapt this to our case. നമ്മുടെ കേസിൽ ഇതൊരു എന്താ പറയുക, rather than light we consider particle moving in, and v1 by v2 ന് പകരം if you multiply with the mass, what you can make it is its momentum. m multiply ചെയ്യുന്നു, divide ചെയ്യുന്നു, so basically you make it in terms of momentum. Now the question is, what is theta 2? So what we do, sin theta 2 എന്ന് പറയുന്നത് sin theta 1 times p2 okay, did I make a mistake? Because the answer is 4, right? So this is c by n equal to c by v. This is correct. Sin theta 2 by, okay, so let me have a quick look at the Snell's law. I think sin theta 1 by sin theta 2 is n2 by n. It's correct. Sin theta 1 by sin theta 2. Yeah, so this is correct. V by this is v1 by v2. Yeah. So basically this is, I think this is maybe the answer key wrong on chance to do. Yeah, so you can write down sin theta 2 equals p2 by p1 sin theta 1. That means theta 2 എന്ന് പറയുന്നത് sin inverse p2 by p1 theta 1. Okay, so actually it has both. That's a catch. ഈ ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ട് ഓപ്ഷൻസും, ഓൾ പോസിബിൾ റോങ് ആൻസേഴ്സും നിങ്ങളുടെ ഓപ്ഷൻസിൽ ഉണ്ടാവും. സോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഈസ് ഓപ്ഷൻ 3. ഐ think there is a mistake in the answer key. Anyway, just make sure this is the same relation. If this is correct, I think there's they are making some mistake in answer key. Okay, so
yeah, we can do this with Snell's law. Next one. Yeah, I think maybe I will finish this session with, do I have time? Probably, maybe, yeah. Yeah, a set of 100 data points yields an average of 9, and the standard deviation relate ചെയ്ത് കുറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. The error in the estimated mean. Okay, so this is something actually little bit confusing. Typically, this means x bar plus or minus sigma x by 2. This is your this is how you നിങ്ങളുടെ റീഡിങ്, നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, നിങ്ങൾക്ക് ഒരു ആവറേജ് എക്സ് ബാർ ആണ് നിങ്ങളുടെ ആവറേജ് കിട്ടിയതെങ്കിൽ അതിലൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ മെഷർ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദർ ഇസ് സംതിങ് എൽസ് കോൾഡ് ദി എസ്റ്റിമേറ്റഡ് എറർ, estimated error in the mean, which I recently so this is defined as your standard deviation divided by square root of number of samples. So ഈ കേസിൽ അത് 4 divided by root of 100, which is 0.4. അങ്ങനെയാണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ 0.4 വരുന്നത്. സോ ഇത് കൺഫ്യൂഷൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. If you don't have this 1/2 factor, you roughly that's a way people express the error in the mean. So but the estimated error in the mean എന്ന് പറയുന്നത് you can just Google, you will see ഒരു വിക്കിപീഡിയ പേജിൽ കാണാം. And this is how it is defined, the standard deviation divided by square root of number of samples. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ if you want to double, if you want to halve the error, you have to do like not double but 4 times the measurements, or 1/10 ആക്കണം നിങ്ങളുടെ എറർ എങ്കിൽ നിങ്ങൾക്ക് 100 times റീഡിങ്സ് റിപ്പീറ്റ്, നിങ്ങളുടെ മെഷർമെന്റ് റിപ്പീറ്റ് ചെയ്യണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the answer is 0.4. So next, yeah, I mean I don't have much questions for this session. We will continue. Yeah, hello. So we will finish this one particular question. Again, this is from quantum mechanics, again angular momentum related question. It's actually കുറച്ച് lengthy question ആണ്. So but I will try to do it completely. Okay, so question എന്ന് പറയുന്നത് L is angular momentum and sigma is a Pauli matrices. Which of the following actually commute with sigma dot L? എന്നാണ് question. So ഇതിലൊരു what the intuition that I see is that total angular momentum J എന്ന് പറയുന്നത് it is in fact so total angular momentum J എന്ന് പറയുന്നത് L plus S ആണ്, and S is nothing but h squared by 2 sigma Pauli matrices. So which is option 2,
അതർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ടോട്ടൽ ആംഗുലർ മൊമെന്റം. ഒരു ഫാക്ടറിന്റെ മിസ്റ്റേക്സ് ആണ് ഇവിടെ വൺ ബൈ നോക്കി കഴിഞ്ഞാൽ ഈ ഫാക്ടർ 1/2 ഫാക്ടർ മിസ്സിംഗ് ആണ്. അതുപോലെ ഇത് സൈൻ ഓഫ് ദ സൈൻ ആണ്. സോ ബട്ട് നെവർലെസ് 1, 3, 4 എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റ് ആയിരിക്കില്ല. ആൻഡ് സിഗ്മ ഡോട്ട് എൽ എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക്കലി എൽ എക്സ് സിഗ്മ എക്സ് എൽ എക്സ് കമ്പോണൻസ് ആണ്. സോ കമ്പോണൻസ് ആക്ച്വലി ദേ വിൽ കമ്മ്യൂട്ട് വിത്ത് ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം. സോ ആ ഒരു റഫ് ഐഡിയ വെച്ചിട്ട് വൺ ക്യാൻ ഗോ വിത്ത് ആക്ച്വലി ഓപ്ഷൻ 2. ബട്ട് the actual way to do this, let's see. So sigma dot L എന്ന് പറയുന്നത് it has 3 components: sigma z L z, and L plus maybe what we will do is take the right answer like h cut by 2, or let's we can do one thing, L plus alpha sigma എന്നെടുത്ത് നോക്കാം. Then what the value of alpha will come out such that the commutation holds. ഇതിൽ 3 കമ്പോണൻസ് ഉണ്ടാവും: എൽ എക്സ് പ്ലസ് ആൽഫ സിഗ്മ എക്സ് ഐ ക്യാപ്, ആൽഫ സിഗ്മ വൈ ജെ ക്യാപ്, alpha sigma z k cap. Okay, so now if you take the commutation, there are 3 terms here, 3 terms here. So totally 9 terms in the commutation ആണ് നിങ്ങൾ evaluate ചെയ്യേണ്ടത്. അതിൽ there are several commutations that trivially goes to 0. So for example, sigma x lx with lx plus alpha സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എക്സിന്റെ ടേംസിലാണ്, വിച്ച് ഓൾ ടു കമ്മ്യൂട്ട്. സിമിലർലി സിഗ്മ വൈ ആ 3 ടേംസ് എന്ന് പറയുന്നത് 0ലേക്ക് പോകും. സിഗ്മ സെഡ് എൽ സെഡ്, സോ ദിസ് ഇസ് കോമ എൽ സെഡ് പ്ലസ് ആൽഫ. ഈ 3 കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ബൈ ട്രിവിയൽ കമ്മ്യൂട്ടേഷൻ 0 ദേ ഡു കമ്മ്യൂട്ട്. 3 ടേംസും കമ്മ്യൂട്ട് ചെയ്യുന്ന തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റിൽ ദർ ആർ 6 അതർ ടേംസ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ആണ്. ലെറ്റ്സ് ഡു എനിവേ. സിഗ്മ എക്സ് എൽ എക്സ് കമ്മ്യൂട്ടേഷൻ വിത്ത് ഇതിലെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം നോക്കാം. എൽ ബൈ പ്ലസ് ആൽഫ സിഗ്മ വൈ. ഇതിൻ്റെ അകത്ത് 2 ടേംസ് ഉണ്ടായിരിക്കും. ദ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സിഗ്മ എക്സ് വിൽ കം ഔട്ട് എൽ എക്സ് എൽ വൈ. സോ ഇതിന് കാരണം ഇതൊരു എന്താ പറയുക, സിഗ്മ എക്സ് ടെൻസർ എൽ എക്സ് ആണ്. ദിസ് ഇസ് എ ലൈക്ക് ടെൻസർ പ്രൊഡക്റ്റ് കൈൻഡ് ഓഫ് തിങ്. ആൻഡ് ഇവിടെ എൽ വൈ എന്ന് പറയുന്നത് എൽ എക്സുമായിട്ട് മാത്രമേ കമ്മ്യൂട്ട് ചെയ്യുള്ളൂ, ഓർ ആൻറ്റി കമ്മ്യൂട്ടേഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. It does not affect on sigma x, so that's why sigma x comes out. On the other hand, the second term will sigma x മാത്രമാണ് sigma y ആയിട്ട് ചെയ്യുന്നത്. So you will get sigma x sigma y and lx will come out. ഇവിടെ ഓർഡർ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഞാൻ ലെഫ്റ്റിലാണ് ആക്ട് ചെയ്യുന്നത്, സെക്കൻഡ് ടൈമിൽ എൽ എക്സ് ഞാൻ റൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ആൻഡ് എൽ എക്സ് എൽ വൈ എന്ന് പറയുന്നത് ഇത് കമ്മ്യൂട്ടേഷൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഐ എച്ച് കട്ട് എൽ സെഡ്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് പറയുന്നത് സിഗ്മ സെഡ് ആണ്, ബട്ട് ദർ വിൽ ബി എ 2i ഫാക്ടർ. ഓക്കെ, so that's it. And there
Now the next term, which is sigma x Lx with Lz. Alpha uh, so ഇത് x z by ആണ്. So there is a minus sign because എക്സ് വൈ സെഡ് ഓർഡറിലാണെങ്കിൽ മാത്രമേ, സൈക്ലിക് ഓർഡറിലാണെങ്കിലാണ് പ്ലസ് സൈൻ, അല്ലെങ്കിൽ മൈനസ് സൈൻ ആണ്. സോ യു വിൽ ഗെറ്റ് മൈനസ് ഐ എച്ച് കട്ട് സിഗ്മ എക്സ് എൽ വൈ. So here also it is in the cyclic order. So you will get a minus 2 I alpha sigma y Lx. Okay, so does that give anything? Lx sigma, we have sigma x Lz here. No, I think we have to evaluate all 6 z x and b. Yeah, so that's why I told it's a lengthy calculation. அடுத்தது sigma y Ly with Lx. So there is a pattern actually. The pattern, if you can easily pick up, directly write. Maybe I will not write this step now. So what happens? The first thing, you will get sigma y, and there is an IH cut, and y x z by ആണ്. So there is a minus sign. This is L z. Okay, so you have y x z by, yeah, x z by z. That's true. X z by, yeah. Now there is alpha, and the first thing will be sigma y x z, so which is also having a minus sign, minus 2 I alpha sigma z Ly. Okay, sigma z Ly, sigma z. Next term, sigma y Ly. Ly is a trivial commutation, so the last one will be the third one. So you will get x y z. So this is positive sigma y L z. Okay, now the second term is alpha is there, 2I alpha is there anyway, and y z x. So it is as cyclic order x y z. So you have plus sign sigma x. Okay, now
the second last term, which is sigma z Lz with Lx plus alpha sigma x. It's got anyway there. You will have this is z x y z. This is also cyclic order, so this is positive Ly. And the second term you have 2i alpha already there. Z x y z. This is also cyclic, so this is positive. Sigma y. Sigma y Lz is sigma y Lz. Sigma y Lz. And the last term Ly plus alpha sigma y. So you have x and y, which is acyclic. And x and y acyclic, sigma x Lz. Okay, now you have all the terms. So you just add everything. So let's see what will happen. Let's see. You have IH sigma x Lz ഉണ്ട് ഇവിടെ. And alpha 2i alpha sigma z Lx. So same like x y y x y z z y y z z y z. Okay, z by y z z x x. So I think I made a mistake here. This in this term IH cut, you will have sigma y and Lx. Okay, this is Lx. To a alpha sigma x Ly. Yeah, now it's correct. Okay, if you add, what will happen? Sigma x Lx ഇവിടെ ഉണ്ട് xz sigma x Lz sigma x. So that will cancel off. So you have to have the commutator to be 0. Commutator 0 ആവണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ this is like IH cut minus 2i alpha സിഗ്മ എക്സ് എൽ സെഡ് എന്നാണ് ഈ ഫസ്റ്റ് ടേമിൽ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ ആൽഫ സെഡ് എൽ എക്സ് ഉണ്ട്, സോറി സിഗ്മ സെഡ് എൽ എക്സ് ഉണ്ട്, സിഗ്മ സെഡ് which is from here. There also what happens, ഒരു മൈനസ് സൈൻ വരും. സോ ബിക്കോസ് മൈനസ് സൈൻ ഇവിടെയാണ്. സിഗ്മ സെഡ് എൽ എക്സ്. യെസ്, yeah, so this you can make it 0 if IH cut
equals to y alpha, and that happens when alpha equals h squared by 2. നോക്കാം മറ്റ് ടേംസും ആൽഫ h squared by 2 വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോവോ എന്നുള്ളത്. സോ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എക്സ് സെഡ് എക്സ്. നൗ എക്സ് വൈ സിഗ്മ എക്സ് എൽ വൈ sigma x ly, yeah, which is here. These two terms, same thing will happen. ഒരു മൈനസ് സൈൻ്റെ വ്യത്യാസമുണ്ട്. ആൻഡ് സിഗ്മ വൈ എൽ എക്സ് ഇസ് ഹിയർ, വിൽ ക്യാൻസൽ ഓഫ്. സിഗ്മ വൈ എൽ സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ആൻഡ് ദ കറസ്പോണ്ടിങ് ടേം ഇസ് ഹിയർ. ഓക്കെ, സോ എവറിത്തിങ് വിൽ ക്യാൻസൽ ഓഫ് ഇഫ് യു മേക്ക് ദ ചോയ്സ് ആൽഫ ഈക്വൽസ് h squared by 2 പ്ലസ് ആൽഫ ബൈ പ്ലസ് h squared by 2. അങ്ങനെയാണെങ്കിൽ, so that means my alpha is h squared by 2. The answer is option 2. മറ്റു ഓപ്ഷൻസ് ശരിയല്ല, ബിക്കോസ് ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് ആൻഡ് ഇവിടെ 1/2 ഇല്ല. സോ ദാറ്റ്സ് ഹൗ വി ഡു ദിസ്. കുറച്ച് ലെങ്തി കമ്പ്യൂട്ടേഷൻ ആണ്, ബിക്കോസ് ഇവിടെ 6 ടേംസ് ആണ് നോൺ ട്രിവിയൽ ആയിട്ട് വന്നിട്ടുള്ളത്. ട്രിവിയൽ കമ്പ്യൂട്ടേഷൻസ് 3 വന്നു. ടോട്ടൽ 9 ടേംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്യുന്നത് നമ്മളെല്ലാം വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വലി കിട്ടിയത് ഫസ്റ്റ് ടൈമിന് കറസ്പോണ്ടിങ് ടേം വന്നത് ലാസ്റ്റ് ചെയ്തപ്പോഴാണ്. അതായത് ഇവിടെ സിഗ്മ എക്സ് എൽ എക്സും എൽ വൈ സിഗ്മ വൈ കൂടി ഉള്ള ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയത് സിഗ്മ സെഡ് എൽ സെഡും എൽ വൈ സിഗ്മ വൈ. Yeah, so it's not that easy to see maybe. Yeah, maybe you can think it this way, like xy commute ചെയ്ത് കഴിഞ്ഞാൽ you will get z. So ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് സിമിലർ ടേം പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ടേം കണ്ടുപിടിക്കുക, വിച്ച് ഇസ് when you, ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി എക്സ് വൈ സെഡും വൈ കമ്പ്യൂട്ട് ചെയ്ത് യു വിൽ ഗെറ്റ് എക്സ് സിമിലർ ടേംസ്. സോ യു ക്യാൻ ഫൈൻഡ് ദ സിമിലർ തിങ്സ്. അങ്ങനെയാണെങ്കിൽ ആ 2 ടേംസ് മാത്രം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ സെയിം പാറ്റേൺ വിൽ റിപ്പീറ്റ്. ആൻഡ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ ലെങ്തി കമ്പ്യൂട്ടേഷൻ ചെയ്യാതെ ആ 2 ടേംസും വെച്ച് മാത്രം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. എനിവേ, ഇഫ് യു മേക്ക് ദ ചോയ്സ് ആൽഫ h squared by 2, you can see that sigma dot L commutes with L plus h squared by 2. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റ് ആണ്. ടോട്ടൽ ആംഗുലർ മൊമെന്റ് J എന്ന് പറയുന്നത് L പ്ലസ് S ആണ്. S എന്ന് പറയുന്നത് h squared by 2 സിഗ്മയാണ്. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് സിഗ്മ ഡോട്ട് എൽ എന്ന് പറയുന്നത് ഇവരുടെ പ്രൊജക്ഷൻ ആണ്, കൈൻഡ് ഓഫ് കമ്പോണന്റ് വൈസ് പ്രൊജക്ഷൻ ആണ്. സിഗ്മ എക്സ് എൽ എക്സ്, സിഗ്മ വൈ എൽ സെഡ്, സിഗ്മ സെഡ് എൽ സെഡ്. മേ ബി ദാറ്റ്സ് ദ റീസൺ വൈ ഇറ്റ്സ് കമ്പ്യൂട്ടർ. ഒരു ഫിസിക്കൽ ഇൻഡ്യൂഷൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ പറയാം. Anyway, I think we can, this session maybe we will conclude here. We have several 2 or 3 questions in part B, which if possible I will do, or we will proceed to part C in the next section onwards. Okay, thank you.